രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. വീട്ടിന് കൊടുക്കുന്നുണ്ട്. ഇത്രയും തിരക്കുള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പോൾ മൺചുമരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നത്. വീട് ഇരിക്കാൻ ഇവിടെ പരാതി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. ഇന്നോർക്കുമ്പോൾ കുറെ വെയിൽ കൊണ്ടത് മാത്രം മിച്ചം. നവകേരള സദസ്സിൽ നൽകിയ വാഗ്ദാനമൊക്കെ വെറുതെ കോമഡിയായി. അല്ലെങ്കിലും വാഗ്ദാനത്തിന് ചെലവൊന്നുമില്ലല്ലോ. ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി അതിൽ അടയിരിക്കാനല്ല സജിത അദാലത്തിൽ പരാതി നൽകിയത്. 1 മാസത്തിനുള്ളിൽ മറുപടി എന്ന സർക്കാരിൻ്റെ വാക്കിൽ വെറുതെ വിശ്വസിച്ചു. ആകെ ഒരു തന്ന മെസ്സേജ് നമുക്ക് സ്വീകരിച്ചു, നമ്മുടെ പരാതി സ്വീകരിച്ചു എന്ന് മാത്രം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആരും വരികയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിലാണ് താമസം. ഇടയ്ക്ക് ഭർത്താവിൻ്റെ അമ്മ തത്തയുടെ ചെടി കൊണ്ടുള്ളൊരു പ്രയോഗമുണ്ട്. പൊളിഞ്ഞു വീഴാറായ വീടിനുള്ള അവസാന പ്രതീക്ഷ. അതിനെ വിശ്വസിച്ചാണ് 5 ജീവനുകൾ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടുന്നത്. ഞാൻ ചാകുമ്പോഴേക്കൊരു വീട് കിട്ടിയിട്ട് ചാകാൻ വേണ്ടി ഇരിക്കണം. ഇരിക്കുന്ന മക്കൾക്കെങ്കിലും വേണ്ടേ. ഒരിക്കൽ വന്നു ആൾക്കാർ ഒരു കൊറോണ വന്നിരിക്കുന്ന സമയത്ത് വന്നു. പരിയുമ്പോൾ ഉമ്മർ മാത്രം നോക്കി ഇങ്ങോട്ട് പോയി. നിങ്ങൾക്ക് തരാട്ടോളയും പറഞ്ഞുകൊണ്ട് പോയതന്നെ. പിന്നെ അതിൻ്റെ ഇന്ന് വരെ അതിൻ്റെ വിവരമൊന്നുമില്ല. ലൈഫിൽ അപേക്ഷിച്ച വർഷം തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നു. 140-ാം റാങ്ക്. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 4 കഴിഞ്ഞു. പഞ്ചായത്തിൽ പലർക്കും വീട് കിട്ടി. അപ്പോഴും സജിതയുടെ റാങ്ക് 140. ജില്ലാ കോർഡിനേറ്റർക്ക് പരാതി കൈമാറിയെന്ന മെസ്സേജിന് വേണ്ടിയല്ല ഇവർ വെയിലും കൊണ്ട് നവകേരള സദസ്സിനെത്തിയത്. ഒരു പരിഹാരത്തിന് വേണ്ടിയാണ്. അതെത്രയും പെട്ടെന്ന് കാണണം. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ പരിശോധന നടത്തുകയാണ് നമുക്ക് ഇപ്പം ഈ വിഷയത്തിൽ അതിഥികളായി AJ സുകാർണോ CPM, ഒപ്പം തന്നെ VR അനൂപ് കോൺഗ്രസിൽ നിന്ന് നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ശ്രീ അനൂപിലേക്ക് പോവുകയാണ്. അനൂപ്, ഇവിടെ ഇപ്പോൾ ഒരുപാട് ഇടങ്ങളിലായിട്ട് പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സ് കഴിഞ്ഞ കറക്റ്റ് ഒരു മാസം പിന്നിട്ട് 3 ദിവസം കൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പലയിടങ്ങളിൽ നിന്ന് വരുന്ന പല റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊന്ന് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പരിഹരിച്ചാൽ മതിയോ നവകേരള സദസ്സിലെ പരാതികൾ? കേൾക്കാമോ അനൂപ്? സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനൂപിലേക്കും മറ്റതിഥിയിലേക്കും എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് മറ്റ് ചില റിപ്പോർട്ടുകൾ കൂടി മറ്റ് ചില ആളുകൾക്കും എങ്ങനെയാണ് ഈ നവകേരള സദസ്സിലെ പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ അനുഭവം എന്നുള്ളത് പരിശോധിക്കാം. പലയിടങ്ങളിൽ നിന്നായിട്ട് തിരുവനന്തപുരം ഒഴികെയുള്ള മലബാർ, ഒപ്പം തന്നെ കൊച്ചി റീജിയനിൽ നിന്നുള്ള പല പരാതികളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ സമാനമായി മറ്റൊരു പരാതി നൽകിയ ഒരു പരാതിക്കാരിയുടെ വാർത്തയിലേക്ക് പോവുകയാണ്. നവകേരള സദസ്സ് കാരണം പ്രയോജനം ലഭിച്ചവരുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. വൈദ്യുതി കണക്ഷനായുള്ള ആലപ്പുഴ ചെന്നിത്തലയിലെ നിർധന കുടുംബത്തിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചത് നവകേരള സദസ്സിൽ നൽകിയ പരാതിയാണ്. ചെന്നിത്തല മുക്കത്തു കോളനിയിലെ താൽക്കാലിക ഷെഡിലും അവസാനം ബൾബ് തെളിഞ്ഞു. അജയകുമാറും ബിൻസിയും ചേർന്ന് വാങ്ങിയ 3 സെന്റ് സ്ഥലത്തിന്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ നിഷേധിച്ചിരുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ കുടുംബം പരാതി നൽകി. രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. KCB ഉദ്യോഗസ്ഥർ ചുവപ്പ് നാട പൊട്ടിച്ച് പുറത്തു വന്നു. അങ്ങനെ വിദ്യാർത്ഥികളായ അല്ലുവിന്റെയും അർജുന്റെയും വീട്ടിൽ വൈദ്യുതി എത്തി. എഴുതി വെളിച്ചത്തിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സാധിച്ചതിൽ ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ നവകേരള സദസ്സിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇത് കിട്ടിയത്. പെട്ടെന്ന് തന്നെ കിട്ടിയത്. മാന്നാറിലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ശശിധരൻ സൗജന്യമായി വയറിംഗ് ജോലികൾ ചെയ്തു നൽകി. KCB ഉദ്യോഗസ്ഥർ കുടുംബത്തിന് 2 ഫാനും സമ്മാനിച്ചു. ഹൃദ്രോഗിയാണ് ഗൃഹനാഥനായ അജയകുമാർ.
അംഗനവാടിയിലെ സഹായിയായ ബിൻസിയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. നവകേരള സദസ്സിൽ പരാതി നൽകുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളുകയോ ചെയ്യാൻ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി തത്സമയം പ്രതികരിക്കാവുന്നതാണ്. നമുക്ക് ഇനി തൃശൂർ ജില്ലയിലെ ഒരു പരാതി നൽകിയിട്ടുള്ള വ്യക്തിയുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം മണ്ഡലത്തിൽ പെരുമ്പിലാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അഴിമതി സംബന്ധിച്ച് നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും ഇനിയും തീർപ്പായിട്ടില്ല. മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ നടത്തിയ അഴിമതികളും പൊതുജനങ്ങളോടും ജീവനക്കാരോടും മോശമായി പെരുമാറിയെന്നതുമൊക്കെയായിരുന്നു പരാതി. തൃശൂർ പെരുമ്പിലാവ് സ്വദേശികളായ രാജേഷും ലിജിനും കുന്നംകുളത്ത് നവകേരള സദസ്സ് നടന്നപ്പോൾ ഒരു പരാതി നൽകി. പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൻ ഫണ്ട് തിരിമറിയും കെടുകാര്യസ്ഥതയും നടക്കുന്നുവെന്നായിരുന്നു പരാതി. പരാതി നമ്പർ TSR 062. ഈ ആരോഗ്യമന്ത്രി കൊട്ടിയാഘോഷിക്കുന്ന ഈ ഹെൽത്ത് ഇതുവരെ കട്ടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി വാർഡ് 10 ഇതുവരെ ഈ ഹെൽത്ത് നടപ്പിലായിട്ടില്ല. ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ ഈ ഡിജിറ്റൽ സംവിധാനം ഉണ്ടാവേണ്ട ഈ ഹെൽത്ത് എന്തുകൊണ്ട് നടപ്പിലാവുന്നില്ല? ഇത്രയധികം ഫണ്ടുള്ള പഞ്ചായത്തിൻ്റെ അടിയിലുള്ള ഇത്രയധികം ഫണ്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് ഈ ഹെൽത്ത് നടപ്പിലാവുന്നില്ല? 2, അവിടെ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പ്രൊജക്റ്റുകളും മേടിക്കാൻ ഒരുപാട് മുന്നേ തന്നെ ഫണ്ട് പാസ്സായതാണ്. ആ ഫണ്ട് എവിടേക്ക് പോയി? ആ ഫണ്ട് എന്ത് ക്രയവിക്രയം ചെയ്തു? ഇപ്പോഴാണത് കെൽട്രോൺ വഴി പർച്ചേസ് ചെയ്തതാണ് എൻ്റെ അറിവ്. അതുവരെ ഈ ഫണ്ട് എവിടെ ക്രയവിക്രയം ചെയ്തു? ഒന്നിനും കൃത്യമായ മറുപടിയില്ല. അതേസമയം അഴിമതി കാണിച്ച ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ സ്ഥലം മാറ്റിയിരുന്നു. പക്ഷേ അന്ന് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ അന്വേഷണവുമില്ല, നടപടിയുമില്ല. നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൂ. ഇപ്പം അടുത്തായിട്ട് ഒരു വിവരാശ നിയമപ്രകാരം കുലവറമ്പിൽ തിപ്പലശ്ശേരി ബാബുവിന്, അതായത് രാജേഷിന് വിവരാശപ്രകാരമായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പരാതി സ്വീകരിക്കാൻ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോക്കി എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം. കൃത്യമായ തെളിവുകൾ കൊടുത്താത്ത എന്തുകൊണ്ടാണ് വിജിലൻസ് ക്രിയാത്മകമായി ഇടപെടാത്തത്? ഇത് മാത്രമല്ല, പല കേസുകളും വിജിലൻസ് അന്വേഷണം ഒച്ചിനെ പോലെ ആണ് നീങ്ങുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നവകേരള സദസ്സിൽ നിവേദനം നൽകിയവർക്ക് മാത്രമല്ല, ഇതുപോലെ നാടിനു വേണ്ടി പരാതി നൽകിയവർക്ക് പോലും പരിഹാരം അകലെയാണ്. രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. പലയിടങ്ങളിലായി ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ള ആളുകൾക്ക് ലഭിച്ച മറുപടിയും പരാതി തീർപ്പാക്കിയോ എന്നതിനെ പറ്റിയുള്ള അന്വേഷണത്തിലും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണിത്. ഇപ്പോൾ വീണ്ടും അതിഥികളിലേക്ക് നമുക്ക് പോകാം. അനൂപ് വിയാറുണ്ട്. അനൂപ്, നവകേരള സദസ്സ് പരാതി പരിഹരിക്കാനല്ല, അവിടെ പരാതി എന്നുള്ള പദം പോലും ഉപയോഗിക്കേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ അപേക്ഷകൾ, നിവേദനങ്ങൾ നൽകുകയാണെങ്കിൽ അത് 45 ദിവസം, പല തരത്തിൽ തന്നെ ആ ദിവസങ്ങൾ തിട്ടപ്പെടുത്തിയിരുന്നു. 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുന്ന, അങ്ങനെ പലതരത്തിൽ അതിനുള്ളിൽ തീർപ്പാക്കി നൽകുമെന്നുള്ളതായിരുന്നു അന്ന് നൽകിയ വാഗ്ദാനം. പക്ഷേ ഇപ്പോൾ പലയിടങ്ങളിലായി നമ്മൾ കേൾക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലഭിച്ച മറുപടികൾ ഇങ്ങനെയാണ്. ഈ തരത്തിൽ പോയാൽ മതിയോ? എന്താണ് നവകേരള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നതിനെ കുറിച്ച് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് പാലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, അവിടുത്തെ MP ആയ തോമസ് ചാഴിക്കാടിനെ തിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു പരാതി പരിഹാര സദസ്സേ അല്ല, ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം, മറിച്ച് സർക്കാരിന്റെ നയവിശദീകരണം ജനങ്ങളുടെ മുന്നാകെ നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പരാതിക്കിടയില്ലാത്ത വിധം തീർത്തു പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തോട് പറയേണ്ട ഒരു കാര്യം, സർക്കാർ നയവിശദീകരണം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ LDF നയവിശദീകരണം നടത്തണമെങ്കിൽ അതിൽ സർക്കാരിന്റെ നികുതി പണം ഉപയോഗിച്ച് ഇതുപോലൊരു വലിയ വ്യവഹാരം നടത്തേണ്ട കാര്യമില്ല, മറിച്ച് ഒരു നയവിശദീകരണ ജാഥ CPM നടത്താവുന്നതാണ്, മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാവുന്നതാണ്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്നത് ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നതായിരിക്കണം ഒരു ഗവൺമെന്റിന്റെ പ്രയോറിറ്റി. മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇത്തരം പദ്ധതികളുമായി, ഇത്തരം പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെക്കുറിച്ച് ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം ഇവിടെ വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലി മുഖ്യമന്ത്രി ചെയ്യുന്നു എന്നുള്ളതാണ്.
പക്ഷെ അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ബ്യൂറോക്രസിയുടെ ചുവപ്പ് നാടകളിൽ മുടങ്ങുമായിരുന്ന നിരവധി പ്രതിസന്ധികളിൽ ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇടപെട്ട് ജനങ്ങൾക്ക് നീതി എത്തിക്കുന്ന ഒരു സംവിധാനം ഫലപ്രദമായി നടത്താൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കഴിഞ്ഞെങ്കിൽ ഇത് വളരെ പ്രഹസനമായി ആരംഭിക്കുകയും പ്രഹസനമായി അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നത് ജനങ്ങളുടെ പരാതി പരിഹരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രയോറിറ്റി അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങളത് നടത്തിയത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും. അതിനോട് കേരളത്തിലെ CPM LDF ഗവൺമെന്റ് ഉത്തരം പറഞ്ഞേ മതിയാവും. എന്തിനു വേണ്ടി നടത്തി എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ അതിനൊരു പ്രശ്നം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിനെതിരെ വിമർശനം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് LDF-ന് മാത്രമല്ല, കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. അതിന് നമ്മൾ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വിശദീകരണം നടത്തുകയല്ലല്ലോ വേണ്ടത്. അത് നമ്മൾ പൊളിറ്റിക്കൽ എക്സസൈസ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കണം, അതിന് ജനങ്ങളെ കാണണം, സംസാരിക്കണം, ജാഥ നടത്തണം, യോഗങ്ങൾ നടത്തണം. അങ്ങനെയാണല്ലോ എല്ലാ കാലത്തും രാഷ്ട്രീയമായ വിശദീകരണം നടത്തിയത്. അതിനു പകരം ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സർക്കാരിന്റെ ചെലവിൽ CPM-ന്റെ ഒരു നയപ്രഖ്യാപനം അല്ലെങ്കിൽ CPM-ന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുന്നതിലെ ഭംഗികേട് അല്ലെങ്കിൽ അതിനകത്തെ ആത്യന്തികമായ പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശരി, ശ്രീ സുകാർണോ കൂടി നമുക്കൊപ്പം അതിഥിയായിട്ടുണ്ട്. ശ്രീ സുകാർണോ, ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ചില പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരെന്താണ് ഉന്നയിച്ചിട്ടുള്ളത് ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയുണ്ട് എന്നുള്ള വസ്തുതയുണ്ട്. അതേസമയം തന്നെ അതിൽ ഭൂരിപക്ഷവും പരാതികൾ വഴിമാറിപ്പോകുന്നു, ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അല്ലാതെ മറ്റു വകുപ്പുകളിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഏതു തരത്തിൽ പരാതികൾ പരിഹരിക്കും എന്നുള്ളതാണ് നവകേരള സദസ്സ് വാഗ്ദാനം നൽകിയത്. ആ തരത്തിൽ തന്നെയാണോ നിലവിൽ മുന്നോട്ട് പോകുന്നത്? സുകാർണോ, മ്യൂട്ട് മാറ്റാമോ? സാർ അങ്ങ് മ്യൂട്ടാണ്, ആ മ്യൂട്ട് ഒന്ന് മാറ്റാമോ? ശരി, അദ്ദേഹത്തിന് സാങ്കേതിക തടസ്സമുണ്ട്, അദ്ദേഹത്തിന് സംസാരിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അനൂപിലേക്ക് മടങ്ങിയെത്താം. ഒപ്പം തന്നെ സുകാർണോയെ കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ കൂടി പ്രതികരണം മറുപടി കിട്ടേണ്ടതുണ്ട് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതേസമയത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടി റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ഭൂമി തരം മാറ്റി കിട്ടണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും നിരാശയാണ് കൊച്ചി സ്വദേശി ആന്റണിക്കും കുടുംബത്തിനും ഉണ്ടായത്. പരാതി ഫോർട്ട് കൊച്ചി RDO ഓഫീസിലെ ഉദ്യോഗസ്ഥന് കൈമാറിയെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. അനുകൂലമായാലും പ്രതികൂലമായാലും 45 ദിവസം കഴിഞ്ഞിട്ടും പരാതി തീർപ്പായില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഇയാൾ എൻ്റെ വൈഫാണ്. ഇവർക്ക് 26 വർഷം മുമ്പ് 5 സെന്റ് വെച്ച് ഇവരുടെ അപ്പച്ചൻ നമ്മൾക്കായിട്ട് തന്നതാണ്. അത് നിലത്തിൽ കിടക്കുകയാണ്. നമുക്ക് പുരയിടമാക്കാൻ വേണ്ടിയുള്ള നമ്മൾ വില്ലേജ് ഓഫീസിൽ അപേക്ഷ പറഞ്ഞിരുന്നു. ഇങ്ങനൊരു അവസരം ഇപ്പോൾ വന്നപ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഹെൽപ്പ് നമുക്ക് ഉണ്ടാവുമല്ലോ. വിശ്വസിക്കാം, നമുക്ക് ശരിയാവുമെന്ന് വിശ്വസിക്കും. കുമ്പളങ്ങി ചൂളക്കൽ വീട്ടിൽ ആന്റണി ചേട്ടനും കുടുംബവും കൊച്ചി നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ മുന്നോട്ട് വെച്ച പരാതിയാണിത്. ഇപ്പോൾ എന്തായി അതിന്റെ അവസ്ഥ? നമുക്കൊന്ന് നോക്കാം. പരാതിയൊന്നും ആയിട്ടില്ല. കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം നടത്താനേ. പിതാവ് 5 മക്കൾക്കായി നൽകിയ 52 സെന്റ് ഭൂമിയിൽ ഒന്നും ചെയ്യാനാകാതെ ബുദ്ധിമുട്ടുകയാണ് മകൾ ഷീബയും ഭർത്താവ് ആന്റണിയും അടക്കമുള്ളവർ. സമയപരിധി കഴിഞ്ഞിട്ടും നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല. വാടക വീട്ടിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ വീട് വെച്ച് മാറിയത്. ഭാര്യയുടെ മറ്റൊരു സഹോദരി ഇപ്പോഴും വാടക വീട്ടിലാണ് താമസമെന്നും ആന്റണി. വ്യക്തതയില്ലെന്ന് പറയാൻ കാരണം ഒരു മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനെതിരെ തിരിച്ച് വിളിച്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഒന്നെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ച് പോയേനെ. പക്ഷേ അതൊന്നുമില്ല. ഒരു മെസ്സേജ് വരുന്നു, നിങ്ങളുടെ അത് അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഒന്നും നമുക്ക് വന്നിട്ടില്ല. നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു നമ്മൾ കൊടുത്തതിനൊരു വിശ്വാസം വേണ്ടേ? നമുക്കിത് കൊടുത്തത് നടക്കുമോ നടക്കില്ലയോ എന്നറിയണ്ടേ? അല്ലെങ്കിൽ അതിൻ്റെ പിന്നെയും മറ്റുള്ള വഴി വേറെ നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കാമല്ലോ. അതെന്താ ചെയ്യുക? മുഴുവനും തരം മാറ്റി കിട്ടിയില്ലെങ്കിലും കുറച്ച് ഭൂമിയെങ്കിലും പുരയിടമാക്കി ലഭിച്ചാൽ മതിയെന്നും ഇവർ പറയുന്നു.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂമിതരം മാറ്റ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് ഫോർട്ട് കൊച്ചി RDO ഓഫീസാണ്. ഭൂമി തരം മാറ്റി കിട്ടാത്തതുകൊണ്ട് മത്സ്യത്തൊഴിലാളി സജീവൻ ആത്മഹത്യ ചെയ്ത സംഭവം വൻ വിവാദവുമായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലും പരാതികളിൽ വേഗത്തിൽ തീർപ്പുണ്ടാകുന്നില്ല. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമങ്ങളടക്കമുള്ളതിനാൽ ഭൂമി തരം മാറ്റത്തിൽ പല നിയന്ത്രണങ്ങളുമുണ്ട്. എന്നാൽ സർക്കാരിന്റെ കരുതലും ഇടപെടലും പ്രതീക്ഷിച്ചുകൊണ്ട് ആന്റണിയെയും മറ്റും പോലെ നിരവധി പേർ ഇതേ ആവശ്യവുമായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സംസാരശേഷിയില്ലാത്ത മകൾക്കൊരു ജോലി നൽകണമെന്ന ആവശ്യവുമായാണ് ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി സ്വദേശിനി റാഹേൽ മാത്യു ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ പരിശോധിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് മൊബൈൽ സന്ദേശം ലഭിച്ചതല്ലാതെ ഇതുവരെയും ഇവരുടെ ആവശ്യവും പരിഗണിച്ചിട്ടില്ല. ഇത് സിനോബി മാത്യുവും ഭർത്താവ് കൊച്ചുമോനും. റാഹേൽ മാത്യുവിൻ്റെ മകളും മരുമകനുമാണിവർ. ഇരുവർക്കും സംസാരശേഷിയില്ല. സ്കൂൾ വിദ്യാർത്ഥികളായ 3 മക്കളുണ്ട് ഇവർക്ക്. തോട്ടത്തിലെ കൂലിപ്പണിയെടുക്കുന്ന കൊച്ചുമോൻ്റെ ചെറിയ വരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. സിനോബി +2 വരെ പഠിച്ചു. എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെയും ഒരു ജോലിയും ലഭിച്ചില്ല. കുടുംബത്തിൻ്റെ അതിജീവനം തന്നെ പ്രതിസന്ധിയിലായതോടെയാണ് റാഹേൽ മാത്യു മകൾക്ക് വേണ്ടി നവകേരള സദസ്സിൽ അപേക്ഷ സമർപ്പിച്ചത്. ഇപ്പോൾ അവസാനം ഒരു കച്ചിത്തുരുമ്പെന്നുള്ള നിലയ്ക്കാണ് നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് LDP സർക്കാർ സഹായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇപ്പോൾ ചെയ്യുന്നത്. ആ മൊത്തം അപേക്ഷ അവിടെ സ്വീകരിച്ചതായിട്ട് ഒരു മെസ്സേജ് മാത്രം ഫോണിൽ വന്നു, അല്ലാതെ മറ്റൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓരോ ദിവസം പിള്ളേർ അമ്മയ്ക്ക് ജോലി കിട്ടുമോ അപ്പയ്ക്ക് ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് പറഞ്ഞ് കരയുമ്പോൾ ഞങ്ങളാകെ മറുപടി പറയാനില്ലാത്ത അവസ്ഥയായി. ഒത്തിരി കഷ്ടപ്പെട്ട് മോളെ +2 വരെ പഠിപ്പിച്ച് ഇങ്ങനെ ഒരാളായതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സീനിയോറിറ്റി ലിസ്റ്റ് മറികടന്ന് സിനോബിക്ക് പിന്നിലുള്ളവർക്ക് വരെ ജോലി ലഭിച്ചതായി റാഹേൽ മാത്യു പറയുന്നു. മാസങ്ങളോളം വില്ലേജ് ഓഫീസിൽ താൽക്കാലികമായി സിനോബിയെ കൊണ്ട് ജോലി ചെയ്യിച്ചെങ്കിലും 1 രൂപ പോലും ശമ്പളം നൽകിയില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി തന്നെ എല്ലാ മാസവും നല്ലൊരു തുക വേണം. നവകേരള സദസ്സായിരുന്നു ഈ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷ. അവിടെ സമർപ്പിച്ച അപേക്ഷ ഇപ്പോഴും പരിഗണിക്കപ്പെടാതെ ഏതോ ഫയലിൽ ഉറങ്ങുന്നു. സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഈ കുടുംബം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. സ്വന്തമായി വീടും കെട്ടിട നമ്പറും ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ രേഖകളിൽ അങ്ങനെ ഒരു വീട് തന്നെയില്ല. കോട്ടയം മണർക്കാട് സ്വദേശി ഷേർലിയാണ് പഞ്ചായത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രശ്നപരിഹാരത്തിനായി ഷേർലിയും നവകേരള സദസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. കോട്ടയം മണർകാട് സ്വദേശി രാജുവിൻ്റെയും ഷെർലിയുടെയും വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്വന്തമായി കെട്ടിട നമ്പർ വരെയുള്ള ഈ വീടിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു വീട് ഈ പ്രദേശത്തുള്ളതായി മണർകാട് പഞ്ചായത്തിൻ്റെ രേഖകളിൽ ഒന്നും തന്നെയില്ല. രാജുവിന് കുടുംബവകയായി കിട്ടിയ ഭൂമിയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കുടിൽ കെട്ടിയായിരുന്നു താമസം. കുടിലിരുന്ന സ്ഥാനത്ത് രാജുവും ഷേർലിയും ചേർന്ന് പുതിയ വീട് വെച്ചു. എന്നാൽ വീടിൻ്റെ കരമടയ്ക്കുന്ന കാര്യം തിരക്കി പഞ്ചായത്തിലെത്തിയപ്പോഴാണ് രേഖകളിൽ ഇവിടെ ഒരു വീടില്ല എന്ന കാര്യം കുടുംബം അറിയുന്നത്. വീട്ടുകാരും ഇതുവരെ വന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് തിരക്കിയപ്പം പറഞ്ഞ് ഞങ്ങളുടെ ഒരു വീട് അങ്ങനെ പഞ്ചായത്ത് ഇല്ലെന്ന് പറഞ്ഞത്. എല്ലാ രേഖകളും ഞങ്ങളവിടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് വാ നാളെ വാ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ അങ്ങ് വിട്ടു. കുടിൽ മാറ്റി വീടാക്കിയ സമയത്ത് കുടുംബം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നില്ല. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഇതാണ് ഇവിടെ നടന്ന ഏക പ്രശ്നം. പരിഹാരത്തിനായി മണർകാട് പഞ്ചായത്തിൽ ഷെർലി പലതവണ കയറിയിറങ്ങി. ഒടുവിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിലെത്തി അപേക്ഷ നൽകി. എന്നാൽ അപേക്ഷ നൽകി 40 ദിവസം കഴിഞ്ഞിട്ടും അധികാരികളുടെ ഒരൊറ്റ ഫോൺ കോൾ പോലും ഷെർലിയെ തേടിയെത്തിയില്ല. നവകേരളത്തിൽ വന്നപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഇത് എനിക്ക് കിട്ടും, ഇത് കൊടുത്താൽ കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് അപേക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ആരും വിളിച്ചൊന്നുമില്ലായിരുന്നു. എന്തായാലും ഷെർലിക്ക് ഒരാഗ്രഹമുണ്ട്. എന്നെങ്കിലും തൻ്റെ വീടിന് കരമടയ്ക്കണം. വീടിന് നിയമപരമായ സുരക്ഷ കിട്ടണം.
അതിനായുള്ള കാത്തിരിപ്പിലാണ് ഈ അമ്മ. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. AG സുകാർണോ വിഷയത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുകാർണോ, ഇപ്പോൾ ഷേർലി പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. അവർ പറയുന്നുണ്ടായിരുന്നു, നവകേരള സദസ്സിൽ കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, പ്രതീക്ഷയെ നല്ല ഉറപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അവരും പരാതി കൊടുത്തിട്ട് ഒരു മാസം പിന്നിടുകയാണ്, ഒരു മാസത്തിലധികമായിട്ടുണ്ടാവും എന്തായാലും അവിടെ നിന്നും നവകേരള സദസ്സ് പോന്നിട്ട്. ഇങ്ങനെ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെ നവകേരള സദസ്സിലെത്തി പരാതി നൽകിയിട്ടും ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ പരിഭവം പറയുന്ന, വീണ്ടും പരാതിപ്പെടുന്ന, വ്യസനിക്കുന്ന ഈ ജനതയോട് നിങ്ങൾക്ക് എന്തു മറുപടി പറയാനാണുള്ളത്? ഞാൻ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് UDF പ്രതിനിധി പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാം. നവകേരള സദസ്സ് എന്നൊരു പ്രഖ്യാപനം വരുന്ന സന്ദർഭത്തിൽ ഹാലിളകിയതാണ് കേരളത്തിലെ UDF, യൂത്ത് കോൺഗ്രസും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളും. കേരളമായി തീർന്നത് സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുന്ന സന്ദർഭത്തിൽ ഏറ്റവും പിന്നോക്കം നിന്ന നാട്ടുരാജ്യങ്ങൾ കൂട്ടിയിണക്കി ഐക്യ കേരളം രൂപപ്പെടുമ്പോൾ കേരളം ഇന്ത്യയിലെ മറ്റു ഇതര സംസ്ഥാനങ്ങളുമായി ഏറെ പിന്നിലായിരുന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലും അതിനു മുമ്പ് നടന്ന ജനകീയ പോരാട്ടങ്ങളുടെ ഫലമായി 1957 ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങളും ഈ പറഞ്ഞ ആളുകളൊന്നും അതിനെ കൈനീട്ടി സ്വീകരിച്ചവരായിരുന്നില്ല. 8% പേർക്ക് മാത്രമാണ്, കൃത്യമായി പറഞ്ഞാൽ 8.99% പേർക്ക് മാത്രമായിരുന്നു അന്ന് സ്വന്തമായി പട്ടയമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ 98% പേർ ഒരു പിടി മണ്ണിന്റെ ഉടമയായി തീർന്നത് കേരളത്തിൽ അന്നത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമമായിരുന്നു. അപ്പോഴും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇവിടെ ആരും മറന്നിട്ടില്ല സുകാർണോ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് മുന്നിലുള്ളതാണ്, ചരിത്രമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ പറ്റി ചോദിക്കുമ്പോൾ അന്നത്തെ ഭൂപരിഷ്കരണ നിയമവും ഐക്യ കേരളം ഉണ്ടായതിനെ പറ്റിയും അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വാഭാവികമായി നിങ്ങളുടെ മാധ്യമത്തിന് സ്വാഭാവികമായി ഇത്തരം നന്മയും കേരളം കൈവരിച്ച നേട്ടത്തെയും കുറിച്ച് ചൂണ്ടിക്കാണിക്കുക വിഷമം ഉണ്ടാകാം. പക്ഷേ പ്ലാനിംഗ് കമ്മീഷനും ഇന്നത്തെ നീതി ആയോഗവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, കേരളമാണ് നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് 2 ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജായി വരുന്ന സന്ദർഭത്തിലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവർ ആ മാധ്യമത്തിൽ ഉണ്ടാകാം. പക്ഷെ ആ യാഥാർത്ഥ്യ സന്ദർഭത്തിൽ അറിയാൻ പോകാൻ വേണ്ടി കഴിയില്ല. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടല്ല. നവകേരള സദസ്സിന് ഇതാ ചില ജനങ്ങളുടെ പരാതികൾ നേരെ ഇപ്പോൾ അങ്ങ് തന്നെ കേട്ടിട്ടുണ്ടോ, അവരൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അത് വെച്ചിട്ടാണ് അങ്ങയോട് ചോദ്യം ചോദിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ ഭൂപരിഷ്കരണ നിയമം തുടങ്ങി പറയാൻ എത്ര സമയവും നമുക്കില്ല. അത് പറഞ്ഞിട്ട് അതിൽ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യമുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് കാണുന്ന കേരളവും രൂപപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ഒരുപാട് ചരിത്രവും നവോത്ഥാനവും ഒക്കെ മണ്ണിലുണ്ടല്ലോ. അത് മുഴുവൻ നമുക്ക് ഈ ഒരു വിഷയം പറയുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണല്ലോ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലുണ്ട്, ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. ശരി, അത് മനസ്സിലാക്കുന്നു. അതേസമയം ഈ ചോദ്യത്തിന്റെ ഭരണകർത്താക്കളെയും ജനങ്ങളെയും നാടിന്റെ വികസനത്തിനായി ഒത്തുകൂട്ടുന്നതിന് വേണ്ടിയാണ് നവകേരള സഭ സംഘടിപ്പിക്കപ്പെട്ടത്. അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചവരല്ല മാധ്യമങ്ങളെങ്കിലും ജനങ്ങൾ അതിന്റെ പിന്നിൽ അണിനിരുന്നതായി കാണാൻ വേണ്ടി കഴിയും. അതിന്റെ ഭാഗമായി പരിഹരിക്കപ്പെടാൻ കഴിയുന്നതും എന്നാൽ പരിഹരിക്കപ്പെടുന്നതിന് കേരളത്തിലെ ഉദ്യോഗസ്ഥ പ്രബുദ്ധം തടസ്സം നിൽക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് എന്ന സ്വയം തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവയെ തമ്മിൽ കണ്ണുകേർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ നവകേരള സദസ്സിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട തന്നെ ഈ നമ്മുടെ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിന്റെ ചൂണ്ടിക്കാണിക്കപ്പെട്ടവർ തന്നെ പറഞ്ഞു, എനിക്ക് വൈദ്യുതി ഇല്ലായിരുന്നത് എനിക്ക് വൈദ്യുതി യാഥാർത്ഥ്യമാക്കി തീർത്തു. എനിക്ക് സ്വന്തമായി ഭൂമിയുണ്ട്, ആ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞാൻ അപേക്ഷ കൊടുത്ത വർഷങ്ങളായി കാത്തിരുന്നു. അത് പരിഹരിക്കപ്പെട്ടവരും ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ആയിരക്കണക്കിന് പരാതി ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയുക്ത അവലോകന യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ പരാതി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കാലതാമസം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള ചോദ്യമാണ്. ഞാൻ അങ്ങയിലേക്കും അനൂപിലേക്കും ഒക്കെ മടങ്ങിയെത്താം. എനിക്കൊരു ഇടവേള അനിവാര്യമാവുകയാണ്. ഇടവേളയിലേക്ക്
അതിഥികളിലേക്കാണ്. ശ്രീ അനൂപ്, നേരത്തെ ശ്രീ സുകാർണോ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ CPM ഇടതുപക്ഷം കൊണ്ടുവരുന്ന പലതരത്തിലുള്ള പദ്ധതികളെയും ഇത്തരത്തിൽ വലിയ വിമർശനത്തിന്റെ ഭാഗമാക്കുകയും വിമർശനം നടത്തുകയും ചെയ്യുന്നത് പതിവാണ്. UDFിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പതിവാണ്. പക്ഷേ പിന്നീട് അത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം അദ്ദേഹം ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയോ എന്തെങ്കിലും ഉണ്ടോ നവകേരള സദസ്സിനെ പറ്റി പ്രതിപക്ഷത്തിൽ? പറഞ്ഞതിനോടൊന്നും അതേ ഭാഷയിൽ പ്രതികരിക്കാൻ ഞാൻ നിർത്തുന്നില്ല. അദ്ദേഹത്തിന് ഡയറക്റ്റായ ചോദ്യത്തിന് ഡയറക്റ്റായ മറുപടി ഇല്ലെന്ന് വളരെ വ്യക്തമാണ്. കേരളം എങ്ങനെയാണ് കേരളമായത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇനി ഭൂപരിഷ്കരണ നിയമത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് കാണുന്ന ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നത് കോൺഗ്രസിന് കൂടി പങ്കാളിത്തമുള്ള C. അച്യുതമേനോന്റെ ഗവൺമെന്റാണ്, അല്ലാതെ ഈ പറയുന്ന EMSന്റെ ഗവൺമെന്റ് ഒന്നുമല്ല. അതിനെക്കുറിച്ച് പിന്നെ കേരളമായതിന് ഈ പറയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഗൾഫ് പണമടക്കമുള്ള പ്രവാസികളുടെ ഇവിടത്തേക്കുള്ള മൂലധന നിക്ഷേപമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ബംഗാളിനെ ഇവർ 30 കൊല്ലം നിരന്തരം ഭരിച്ച ബംഗാളിലെ ഒരു ശരാശരി തൊഴിലാളിയുടെ വേതനം എന്താണ്, ബംഗാളിലെ മധ്യവർഗത്തിന്റെ അവസ്ഥ എന്താണ്, അവിടുത്തെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്, അതൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയ അജണ്ടയുടെ ബലസൂചകമായിട്ട് ഇവിടെ സുവർണനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. കേരളം ആരും ഇപ്പൊ 10 വർഷം ആദ്യമായിട്ടാണല്ലോ ഇടതുമുന്നണിക്കൊരു തുടർഭരണം ഉണ്ടാകുന്നത്. കേരളം മാറി ഭരിച്ച സർക്കാരുകളാണ്. അതിലധികവും ഈ പറയുന്ന ആരാണെന്ന് കണക്കിലെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ കേരളത്തെ കേരളമാക്കിയത് ഞങ്ങളാണ് എന്നുള്ള അത്തരം വീരവാദങ്ങൾ വിദണ്ഡവാദങ്ങളൊന്നും ഇവിടെ വേണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. ഇവിടെ സുവർണയെ പോലുള്ള ആളുകൾ പ്രസംഗിക്കാനുള്ള വേദിയല്ല ഈ പറയുന്ന നവകേരള സദസ് എന്ന് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് രാഷ്ട്രീയ പ്രചരണ പരിപാടികളായി നടത്തണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഒരാൾ നവകേരള സദസ്സിലേക്ക് ഏറ്റവും സാധാരണക്കാരനായ ഒരാൾ വരുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ മുന്നിൽ, അയാളുടെ മുന്നിൽ സാധ്യമായ എല്ലാ സാധ്യതകളും അടയുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്ന ഒരു പരിപാടിയുണ്ട്, അവിടെ ഒന്ന് സമീപിച്ചു നോക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വരുന്ന ആളുടെ മുന്നിൽ രാഷ്ട്രീയ പ്രസംഗം പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനല്ല അവിടെ ആളുകൾ വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആളുകൾ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കണമെങ്കിൽ അതിനുള്ള വേദികൾ വേറെ ഉണ്ടാക്കണം. അവിടെ പിണറായി വിജയനെ പ്രസംഗിക്കാം, ഈ സുവർണയെ പോലുള്ള ആളുകൾക്ക് കേരളത്തെ കേരളമാക്കിയ കഥകൾ പറയാം. പക്ഷേ ഇവിടെ ആളുകളുടെ മുമ്പിൽ വളരെ കോൺക്രീറ്റ് ആയ ഒരു യാഥാർത്ഥ്യമുണ്ട്. അവരുടെ മുമ്പിൽ അവർക്ക് സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് സംവിധാനം എന്നുള്ള വാഗ്ദാനം മാത്രം പോരെ. പറഞ്ഞതുപോലെ തലപ്പാവുമിട്ട് മുഖ്യമന്ത്രി ആഡംബര ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് 36 ദിവസം 140 മണ്ഡലങ്ങളിലൂടെ ചുറ്റുമ്പോൾ ഇതാ സഞ്ചരിക്കുന്ന മന്ത്രിസഭ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ വലിയ പ്രതീക്ഷ മുന്നോട്ട് വെച്ചിരുന്നു. സാധാരണക്കാർ ആ പ്രതീക്ഷയുമായാണ് അവർ പരാതിയുമായി, നിവേദനമെന്ന അപേക്ഷയും നിങ്ങൾ വിളിക്കുന്ന പരാതിയുമായി അവർ മുന്നോട്ടെത്തിയത്. പക്ഷേ ആ പരാതി പരിഹരിക്കപ്പെടേണ്ട അവകാശം അവർക്കുണ്ട്. അതിൽ ഇടപെട്ടേ സർക്കാർ മതിയാകൂ എന്നുള്ളതാണ്. ഇനി എത്ര നാൾ കാത്തിരിക്കണം ഇതിനെന്നുള്ളതാണ് ചോദ്യം.